ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഹോസ്പിറ്റലിലേക്കുള്ള ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്, അതായത് മറക്കാതെ നമ്മൾ എടുത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ കുറേ കടച്ചാതി എല്ലാം വലിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ഞാൻ കൊണ്ടുപോയ സാധനങ്ങളിൽ എന്തൊക്കെയാണ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്കറിയാം എൻ്റെ വീഡിയോസ് കാണുന്നതിൽ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. മെയിനായിട്ട് ഞാൻ അവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിലെ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഹോസ്പിറ്റൽ ഏതാണ്, ആ ഹോസ്പിറ്റലിലുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്. അതായത് ഓരോ ഹോസ്പിറ്റലുകളിലും അവർ പറയുന്ന കൊണ്ടുവരാൻ പറയുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചില ഹോസ്പിറ്റലുകളിൽ അവർ കുഞ്ഞിനെ റിസീവ് ചെയ്യാനുള്ള ടവൽ കൊണ്ടുവരാൻ പറയും, ചിലവർ അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നമ്മളൊരു 30 വീക്സ് ഒക്കെ ആവുന്നതിന് മുന്നേ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി വെക്കാം എന്തൊക്കെയാണ് നമ്മൾ ഡെലിവറി ടൈമിൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവർ പറയും എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടത്. അതനുസരിച്ചിട്ട് വേണം നമ്മൾ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കാൻ. ഞാൻ ഓൾറെഡി ഹോസ്പിറ്റലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഞാൻ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 30 വീക്സ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ബാഗ് പാക്ക് ചെയ്ത് വെച്ചോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏത് ടൈമിലും പിന്നെ ഡെലിവറി എക്സ്പെക്റ്റ് ചെയ്യാം. ചിലപ്പോൾ നേരത്തെ വരാം, ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കാം. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഓൾറെഡി ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് പോയി പ്രസവിച്ചിട്ട് വരാം. ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് 2 ബാഗായിട്ട് വെക്കാം. അതായത് അമ്മയുടെ ബാഗ് ഒരു ബാഗ്, കുഞ്ഞിൻ്റെ ബാഗ് ഒരു ബാഗ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, എന്തെങ്കിലും ഒരു കാര്യം തപ്പാവുന്ന സമയത്ത് നമ്മൾ അമ്മയുടെ കുഞ്ഞിൻ്റെ ഒക്കെ സാധനം വലിച്ചു വാരി ധൃതിയിൽ വലിച്ചു വാരിയിട്ടൊക്കെ നോക്കേണ്ടി വരും. കൂടെ നിൽക്കുന്ന നമ്മുടെ ബൈസ്റ്റാൻഡറിനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ രണ്ട് ബാഗിലാക്കി വെക്കുക. കൂടാതെ ഒരു സിപ്പ് ലോക്ക് കവർ നമുക്ക് മേടിക്കാൻ കിട്ടും. അതിനകത്തായിട്ട് ഇപ്പം ഓരോരോ കാര്യങ്ങൾ, ഇപ്പം ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ ഇടേണ്ട ഡ്രസ്സുകൾ, വെള്ള ഷർട്ടാണ്, വെള്ള മുണ്ടാണ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു സിപ്പ് ലോക്ക് കവറിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറിനും അതിപ്പോൾ എന്താ ഡോക്ടർ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ, ഇപ്പോൾ വെള്ളം മുണ്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് എവിടെയാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കി അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ആകെ ബഹളമായിരിക്കും, എല്ലാം വലിച്ചു വരിയിട്ട് നോക്കേണ്ടി വരും. അപ്പം ഇനി നമുക്ക് എന്തൊക്കെയാണ് കുഞ്ഞിൻ്റെ ബാഗിൽ വെക്കേണ്ടത്, എന്തൊക്കെയാണ് അമ്മയുടെ ബാഗിൽ വെക്കേണ്ടത് എന്നുള്ളത് ആദ്യമായിട്ട് കുഞ്ഞിൻ്റെ ബാഗിൽ നമ്മൾ വെക്കേണ്ടത് ഒരു റിസീവിങ് ടവലാണ് കേട്ടോ. റിസീവിങ് ടവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് മേടിക്കുന്ന സമയത്ത് ചില ഹോസ്പിറ്റലുകാർ ചോദിക്കും, റിസീവിങ് ടവൽ കൊണ്ടുവരാൻ പറയും. ചില ഹോസ്പിറ്റലുകാർ അവിടെ നിന്നുള്ള ടവൽ തന്നെ വെച്ചിട്ടായിരിക്കും കുഞ്ഞിനെ നമ്മുടെ അടുത്തേക്ക് തരുന്നത്. അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം റിസീവിങ് ടവൽ വേണമെന്നുള്ള ഹോസ്പിറ്റലാണെങ്കിൽ അത് ആദ്യം എടുത്ത് വെക്കുക. റിസീവിങ് ടവൽ മസ്റ്റായിട്ടും എടുത്ത് വെക്കേണ്ടതാണ് കേട്ടോ. രണ്ടാമതായിട്ട് വരുന്നത് ക്യാരി ബാഗ് ആണ്. ക്യാരി ബാഗ് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കാം. അതായത് നമുക്ക് നല്ലൊരു കുഞ്ഞിനെ വാമായിട്ട് വെക്കുന്ന, ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ, ആദ്യമായിട്ട് കുഞ്ഞിനെ എടുക്കുന്നവർക്കൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഈസി ആയിട്ടും എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ക്യാരി ബാഗ്. അതെന്തായാലും ഒരെണ്ണം എടുത്തു വെച്ചു. മൂന്നാമതായിട്ട് വേണ്ടത് കുറച്ച് സ്വാഡ്ലിംഗ് ക്ലോത്ത്സ് ആണ്. സ്വാഡ്ലിംഗ് ക്ലോത്ത്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞ് ഇത്രയും നാൾ നമ്മുടെ വയറ്റിൽ നല്ല വാമായിട്ട് നല്ല ചൂട് പിടിച്ചിരിക്കുകയായിരിക്കും. പെട്ടെന്ന് പുറത്തേക്ക് വരുമ്പം കുഞ്ഞിന് ഈ ഒരു ക്ലൈമറ്റ്, ഈ ഒരു ടെമ്പറേച്ചർ ആയിട്ട് അഡ്ജസ്റ്റ് ബാലൻസ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം നമ്മൾ അത്രയും നാൾ കുഞ്ഞിനെ നല്ലോണം സ്വാഡ്ലിംഗ് ചെയ്ത്, സ്വാഡ്ലിംഗ് ക്ലോത്ത്സ് വെച്ചിട്ട് നല്ലോണം റാപ്പ് ചെയ്തിട്ട് എപ്പോഴും നല്ല പൊതിഞ്ഞ്, നമ്മൾ ഈ മുഖം മാത്രം കാണുന്ന രീതിയിൽ നല്ലോണം പൊതിഞ്ഞ് സൂക്ഷിക്കണം. അപ്പോഴാണ് കുഞ്ഞ് നല്ല കംഫർട്ടബിൾ ആയിട്ട് ചൂടായിട്ട് ടെമ്പറേച്ചറൊക്കെ ബാലൻസ് ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോഴാണ് കുഞ്ഞ് സമാധാനമായിട്ട് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അപ്പം നല്ലോണം സ്വാഡ്ലിംഗ് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് നല്ല മസ്ലിൻ ക്ലോത്ത്സ് തന്നെ നോക്കി മേടിക്കുക. കുറച്ചധികം സ്വാഡ്ലിംഗ് ക്ലോത്ത്സ് എടുത്ത് വെക്കുക. അപ്പം സ്വാഡിൽ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് പാൽ കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് പബ്ലിക്കായിട്ടിരുന്ന് കൊടുക്കുമ്പോഴൊക്കെ ഈ സ്വാഡിങ് ക്ലോത്ത്സ് വെച്ച് നമുക്ക് മറച്ചു പിടിച്ചിട്ടൊക്കെ പാൽ കൊടുക്കാനും അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു വെക്കേണ്ട കാര്യം ഡ്രൈ ഷീറ്റ് ആണ്. അതൊരു ലാർജ് സൈസ് തന്നെ മേടിച്ചോ. കാര്യം കുഞ്ഞിനെയും അമ്മേനെയും നമ്മൾ കുഞ്ഞിനെ ബെഡിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഡ്രൈ ഷീറ്റ് വിരിച്ചതിന് ശേഷം വേണം നമ്മൾ കുഞ്ഞിനെ അതിനകത്തേക്ക് കിടത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുഞ്ഞ് ഇപ്പം മൂത്രമൊഴിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു നനവോടുകൂടി നമ്മൾ പിന്നെ ആ ബെഡ് തന്നെയല്ലേ നമുക്കുള്ളൂ, ആ ബെഡിൽ തന്നെ കിടക്കേണ്ടി വരും. അപ്പം ഡ്രൈ ഷീറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു യൂറിൻ അത് അബ്സോർബ് ചെയ്തോളൂ കേട്ടോ. അപ്പം പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ ഡ്രൈ ഷീറ്റ് പറഞ്ഞാൽ മസ്റ്റായിട്ടും കുഞ്ഞിൻ്റെ ബാഗിൽ എടുത്ത് വെക്കണം.
വെക്കണം. പിന്നെ എടുത്ത് വെക്കേണ്ടത് വാട്ടർ വൈപ്സ് ആണ്. വാട്ടർ വൈപ്സ് നമുക്ക് കുഞ്ഞിന്റെ മേലൊക്കെ ഒന്ന് തുടക്കാനും, നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കുളിപ്പിക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞിനെ, അപ്പൊ നമുക്ക് മേലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാനും, അതേപോലെ തന്നെ ഇപ്പം പി ചെയ്യുകയാണെങ്കിലും മോഷൻ പോവുകയാണെങ്കിലും ഒക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് വാട്ടർ വൈപ്സ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എടുത്തു വെക്കേണ്ടത് പാമ്പേഴ്സിന്റെ ഒരു പ്രീമിയം കെയർ തന്നെ എടുത്തു വെച്ചു ഒരു പാക്കറ്റ്. അത് ന്യൂ ബോണിന്റെ സൈസിൽ മേടിച്ചാൽ മതി. അത് എടുത്ത് വെക്കാൻ പറയുന്നതിന്റെ കാര്യം, വേറെയും ബ്രാൻഡ്സ് ഉണ്ട്, പക്ഷെ പാമ്പേഴ്സ് കുറച്ചും കൂടിയും എന്താ പറയാ പ്രൊട്ടക്ഷൻ കിട്ടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ കുഞ്ഞല്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരു ഇച്ചിരി ബ്രാൻഡഡ് തന്നെ നോക്കി മേടിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ നോർമലിലേക്ക് മാറിയാലും കുഴപ്പമില്ല, ആ സമയത്ത് കുറച്ച് പ്രീമിയം തന്നെ മേടിച്ച് വെക്കണം കേട്ടോ. ഇനി നമുക്ക് അമ്മയുടെ ബാഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എടുത്ത് വെക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ മറക്കാതെ എടുത്ത് വെക്കേണ്ടതാണ് ഹോസ്പിറ്റൽ റെക്കോർഡ്സ്. അതേപോലെ തന്നെ നമ്മുടെ പേഴ്സ് അല്ലെങ്കിൽ വാലറ്റ്, ഫോണ്, ചാർജർ, പിന്നെ എന്താ ATM കാർഡ്സ്, പിന്നെ നമ്മുടെ എന്തെങ്കിലും ID പ്രൂഫ്സ് ഒക്കെ മസ്റ്റായിട്ട് എടുത്ത് വെക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ട്രോളി ബാഗാണ് നമുക്ക് വേണ്ടി എടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല. ട്രോളി ബാഗ് ആകുമ്പോൾ നമുക്ക് ഇത്രയും വെയിറ്റ് ഉണ്ടെങ്കിലും തള്ളിക്കൊണ്ടെങ്കിലും പോകാമല്ലോ. പിന്നെ എടുത്ത് വെക്കേണ്ടത് നമ്മുടെ ഡെലിവറിയുടെ ടൈമിൽ നമുക്ക് ഇടാനുള്ള ഡ്രസ്സ്. അതായത് ചില ഹോസ്പിറ്റലുകളിൽ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും, ചില ഹോസ്പിറ്റലുകളിൽ വെള്ള ഷർട്ടും വെള്ള മുണ്ടായിരിക്കും. എൻ്റെ ഹോസ്പിറ്റലിൽ വെള്ള ഷർട്ടും വെള്ള മുണ്ടായിരുന്നു. അപ്പം അത് ആദ്യം തന്നെ എടുത്തു വെക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഒരു സിപ്ലോക്ക് കവറിലാക്കി വെക്കുകയാണെങ്കിൽ എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ എടുത്തു വെക്കുന്നത് കുറച്ച് ഫീഡിങ് നൈറ്റീസ് ആണ്, ഫീഡിങ് വെയർ. അപ്പം ഒരു 3-4 എടുത്തു വെക്കുക. ഫുൾ ഓപ്പൺ നൈറ്റീസ് ആണെങ്കിൽ അത്രയും ബെറ്റർ. പിന്നെ അതിൻ്റെ തന്നെ ഒരു 3-4 അണ്ടർ സ്കേർട്ടും എടുത്തു വെക്കുക. കുറച്ച് എന്താ പറയുക ഫീഡിങ് ബ്രാസ് എടുത്തു വെക്കുക 3-4. പിന്നെ പാൻറ്റീസും എടുത്തു വെക്കുക. പിന്നെ മസ്റ്റായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ പറയാം, ന്യൂ മോമിൻ്റെ മെറ്റേണിറ്റി പാഡും അതിൻ്റെ തന്നെ ഫിക്സൈറ്ററും. നമ്മൾ നോർമലി പീരീഡ്സിൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്ന പാഡല്ല ഇത്, അതിനേക്കാളും സൈസ് ഭയങ്കര വലുതാണ്. ബിക്കോസ് നമുക്ക് ആ ഒരു സമയത്ത് ഭയങ്കരമായ ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു ന്യൂ മോമിൻ്റെ മെറ്റേണിറ്റി പാഡും ഫിക്സൈറ്ററും മേടിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പാക്കറ്റ് മേടിച്ചോ. നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ വേണ്ടത് ഡ്രൈ ഷീറ്റ് ആണ്. കാര്യം നമ്മുടെ ഡെലിവറിയുടെ സമയത്ത് അതായത് ഡെലിവറിക്ക് കയറുന്നതിന് മുന്നേയായിട്ട് നമുക്ക് ഡ്രൈ ഷീറ്റ് അവർ ചോദിക്കും, ഹോസ്പിറ്റലുകാർ ഡ്രൈ ഷീറ്റ് ചോദിക്കും. അപ്പം നമുക്ക് അതിനകത്തേക്ക് ഒരു ലാർജ് സൈസിലുള്ള ഡ്രൈ ഷീറ്റ് എടുത്ത് വെക്കണേ. പിന്നെ ഒരു കോട്ടൻ്റെ ഒരു ഫുൾ മുണ്ട്, കരയെല്ലാം കളഞ്ഞിട്ട് ഒരു ഫുൾ മുണ്ട് അങ്ങനെ തന്നെ കീറി കഴുകി മടക്കി വെക്കുക. അതേപോലെ തന്നെ കുറച്ച് കോട്ടൻ്റെ തുണികളും എക്സ്ട്രാ കുറച്ച് എടുത്ത് വെക്കണേ. പിന്നെ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ബ്രസ്റ്റ് പമ്പും നിപ്പിൾ ക്രീമും. ബ്രസ്റ്റ് പമ്പ് നമുക്ക് ആ ഒരു സമയത്ത് മസ്റ്റായിട്ട് നമുക്ക് യൂസ്ഫുൾ ആവും, നമുക്കത് ആവശ്യമായിരിക്കും. പിന്നെ പാതിരാത്രി കിടന്ന് ഓടാനൊന്നും നിൽക്കേണ്ട, എന്തായാലും ഒരെണ്ണം മസ്റ്റായിട്ട് എടുത്ത് വെച്ചോ. പിന്നെ വേണ്ടത് നിപ്പിൾ ക്രീം. ചില സമയത്ത് നമുക്ക് നിപ്പിൾ ക്രാക്കൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് പാൽ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിപ്പിൾ ക്രീം അപ്ലൈ ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ബ്രസ്റ്റ് മിൽക്ക് തന്നെ നമ്മളവിടെ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് പുരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി അത് ഹീലായി പോയിക്കോളും. അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ. നിങ്ങളത് യൂസ് ചെയ്ത് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ എടുത്ത് വെക്കേണ്ടത് ബ്രസ്റ്റ് പാഡ് ഇങ്ങനെ മേടിക്കാനായിട്ട് കിട്ടും. അതായത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ബ്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് മറ്റേ സൈഡിൽ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിട്ട് ഡ്രസ്സിൻ്റെ പുറമേ ആയിട്ട് ആ ഒരു ലീക്കേജ് നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. അതിന് പകരമായിട്ട് നമുക്ക് ആ ഒരു ബ്രസ്റ്റ് പാഡ് ഇപ്പുറത്തെ സൈഡിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലീക്കേജ് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. എടുത്ത് വെക്കേണ്ടത് നമ്മളുടെ ഒരു മോയ്സ്ചറൈസർ, ലിപ് ബാമും എടുത്ത് വെക്കുക. കാര്യം ഡെലിവറിക്ക് ശേഷം നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ചുണ്ടൊക്കെ വരണ്ടിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം ഒരു ലിപ് ബാം എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഇട്ടോട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജോഡി ചപ്പൽ എടുത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് എടുത്ത് വെക്കേണ്ടത് കുറച്ച് ടോയ്ലറ്ററീസ് ആണ്. അതായത് സോപ്പ്, പേസ്റ്റ്, ടങ് ക്ലീനർ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഷാംപൂ, ഫേസ് വാഷ്, പിന്നെ ലൂഫ, നമ്മൾ മെയിൽ തേക്കുന്ന ലൂഫ, എണ്ണ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും ചില സമയത്ത്. അപ്പൊ അതൊക്കെ മറക്കാതെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. തോർത്തെടുത്ത് വെക്കുക. 2 സൈഡ് മുടിയൊക്കെ പിന്നി കെട്ടിക്കൊണ്ട് പോകണം. അപ്പൊ അതാണ് കൊണ്ട് ഹെയർ ചീപ്പും ടൈസും ഒക്കെ എടുത്ത് വെക്കുക. പിന്നെ വേണ്ടത് നമുക്കായിട്ട് ബക്കറ്റ്, കപ്പ്. കുഞ്ഞിന്റെ മൂത്രമൊഴിക്കുന്ന തുണിയൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ ഇട്ട് വെക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബക്കറ്റ്. പിന്നെ നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ ബാത്റൂമിൽ ബക്കറ്റ് ഉണ്ടാവും, എന്നാലും ഒരു ബക്കറ്റും കപ്പും എടുത്തോ. ബക്കറ്റ്, കപ്പ്, തോർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ടുള്ള സോപ്പ്, ഫ്ലാസ്ക്, പ്ലേറ്റ്, സ്പൂണ്,
നൈഫ്, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇതൊക്കെ ആവശ്യം വരും. പിന്നെ എന്താ ഒരു കെറ്റിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ചായയും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ചായപ്പൊടിയും പഞ്ചസാരയും, ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ കേട്ടോ. എന്തെങ്കിലും ഫുഡിന് നമുക്ക് ഉപ്പ് കുറവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇച്ചിരി ഉപ്പിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഉപ്പ്, പിന്നെ എന്തെങ്കിലും ആപ്പിളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിക്കുക, കത്തി, ഇതൊക്കെ എല്ലാം നമ്മൾ എടുത്ത് വെക്കുക. ഒന്നിനും നമ്മൾ ആ സമയത്തായിരുന്നു ഓർഡർ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൊണ്ടുപോയത്. ഇതെല്ലാം തന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. കുറേയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കുറേ ഞാൻ പറയാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് ആവശ്യം വന്നിട്ടില്ല. എനിക്ക് ആവശ്യം വന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എടുത്തു വെക്കാൻ. കുറേ കണ്ടക്കടച്ചാദ്യമൊന്നും വലിച്ച് കയറ്റി വെക്കണ്ടല്ലോ ഹോസ്പിറ്റൽ ബാഗിൽ. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ എന്തെങ്കിലും ഒരു ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചോദിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം കൂടി വാരി വലിച്ച് ഇടേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായാലും നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.